students, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 15th lecture on banking and insurance. This lecture is based on banking, which is the first module in the subject banking and insurance for semester 4 students of BCom. In previous lecture, we were discussing about the topic functions of commercial banks, and in this lecture we are going to discuss the topic liquidity management. Meaning, liquidity management in banks refers to an ongoing process to ensure that cash needs are met at reasonable cost in order to maintain the required level of cash reserve ratio with RBI and to meet expected and contingent cash requirements. ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ് ആൻഡ് ഈ ഒരു പ്രോസസ്സ് വഴി ബാങ്ക്സിൻ്റെ ക്യാഷ് നീഡ്സ് എല്ലാം റീസണബിൾ കോസ്റ്റിൽ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. ആൻഡ് അതുവഴി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ക്യാഷ് റിസർവ് റേഷ്യോ റിക്വയർഡ് ലെവലിൽ മീറ്റ് ചെയ്യുന്നതിനും എക്സ്പെക്റ്റഡ് ആൻഡ് കണ്ടിജൻറ്റ് ക്യാഷ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നതിനും കഴിയുന്നു. സോ ഈ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഓൺഗോയിങ് പ്രോസസ്സ് വഴി ബാങ്കിൻ്റെ ക്യാഷ് നീഡ്സ് റീസണബിൾ കോസ്റ്റിൽ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്നു. ഇത്തരത്തിലൊരു ഇൻഷുറിങ് നടത്തുന്നത് വിത്ത് RBI CRR ക്യാഷ് റിസർവ് റേഷ്യോ റിക്വയർഡ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയും എക്സ്പെക്റ്റഡ് ആൻഡ് കണ്ടിജൻറ്റ് ക്യാഷ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുമാണ്. Definition: Liquidity management is defined as the planning and control necessary to ensure that the organization maintains enough liquid assets to meet the requirements of the customers and to adhere to the monetary policies of the central bank. So, liquidity management എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ഇനഫ് ലിക്വിഡ് അസറ്റ്സ് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നതിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അതുപോലെ സെൻട്രൽ ബാങ്കിൻ്റെ മോണിറ്ററി പോളിസീസ് അഡ്ഹർ ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്നതിനായുള്ള നെസസറി പ്ലാനിങ് ആൻഡ് കൺട്രോളാണ്. സോ ഈ പ്ലാനിങ് ആൻഡ് കൺട്രോളിലൂടെ എന്തൊക്കെയാണ് എൻഷുർ ചെയ്യുന്നത്? കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ലിക്വിഡ് അസറ്റ്സ് ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അതുപോലെ സെൻട്രൽ ബാങ്കിൻ്റെ മോണിറ്ററി പോളിസീസ് അഡ്ഹർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് എൻഷുർ ചെയ്യുന്നത്. Then what are the principles of liquidity management? The Basel Committee on Banking Supervision has provided some principles for effective management of liquidity. Banks should formally adopt and implement these principles for use in overall liquidity management process. അതായത് ബാങ്കിങ് സൂപ്പർവിഷനിലുള്ള ബേസൽ കമ്മിറ്റി ലിക്വിഡിറ്റിയുടെ ഇഫക്റ്റീവ് മാനേജ്മെൻറ്റിന് വേണ്ടി കുറച്ച് പ്രിൻസിപ്പിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാങ്ക്സ് ഈ പ്രിൻസിപ്പിൾസ് ഓവറോൾ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് പ്രോസസ്സിന് യൂസിനായിട്ട് ഫോർമലി അഡോപ്റ്റ് ചെയ്യുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും വേണം. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രക്ചർ ഫോർ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ്. ഈച്ച് ബാങ്ക് ഷുഡ് ഹാവ് ആൻ എഗ്രീഡ് സ്ട്രാറ്റജി ഫോർ ഡേ ടു ഡേ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ്. അതായത് എല്ലാ ബാങ്ക്സിനും അവരുടെ ഡേ ടു ഡേ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റിനായിട്ട് ഒരു എഗ്രീഡ് സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. ദ ഗവേണിംഗ് ബോർഡ് ഓഫ് ദ ബാങ്ക് ഷുഡ് അപ്രൂവ് ദ സ്ട്രാറ്റജി ആൻഡ് സിഗ്നിഫിക്കൻറ്റ് പോളിസീസ് റിലേറ്റഡ് ടു ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ്. അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ സ്ട്രാറ്റജിയും ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് പോളിസീസും ബാങ്കിൻ്റെ ഗവേണിംഗ് ബോർഡ് അപ്രൂവ് ചെയ്തിരിക്കണം. തേർഡ് വൺ ഈസ് ഈച്ച് ബാങ്ക് ഷുഡ് ഹാവ് എ മാനേജ്മെൻറ്റ് സ്ട്രക്ചർ ഇൻ പ്ലേസ് ടു ഇഫക്റ്റീവ്ലി എക്സിക്യൂട്ട് ദ ലിക്വിഡിറ്റി സ്ട്രാറ്റജി. അതായത് ബാങ്കിൻ്റെ ലിക്വിഡിറ്റി സ്ട്രാറ്റജി ഇഫക്റ്റീവ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നതിനായിട്ട് ദർ ഷുഡ് ബി എ മാനേജ്മെൻറ്റ് സ്ട്രക്ചർ ഇൻ പ്ലേസ്. പ്രോപ്പർ പ്ലേസിൽ ഒരു മാനേജ്മെൻറ്റ് സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഫോർത്ത് one is banks must have adequate information systems for measuring, monitoring, controlling and reporting liquidity risks. അതായത് ബാങ്കിൻ്റെ ലിക്വിഡിറ്റി റിസ്ക്സ് മെഷർ ചെയ്യുന്നതിനും മോണിറ്റർ ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനുമായിട്ട് ആഡിക്വേറ്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ബാങ്ക്സിന് ഉണ്ടായിരിക്കണം. Second one is measurement of net funding requirements. Each bank should establish a process for the ongoing measurement and monitoring of net funding requirements. അതായത് ബാങ്കിൻ്റെ നെറ്റ് ഫണ്ടിങ് റിക്വയർമെൻറ്റ്സ് ഓൺഗോയിങ് ആയി മെഷർ ചെയ്യുന്നതിനും മോണിറ്റർ ചെയ്യുന്നതിനും ഓരോ ബാങ്കും ഒരു പ്രോസസ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. ബാങ്ക് ഷുഡ് അനലൈസ് ലിക്വിഡിറ്റി യൂസിങ് ഡിഫറെൻറ്റ് മെഷേഴ്സ്. അതായത് ഡിഫറെൻറ്റ് മെഷേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ബാങ്ക്സ് അതിൻ്റെ ലിക്വിഡിറ്റി അനലൈസ് ചെയ്തിരിക്കണം. ബാങ്ക് ഷുഡ് ഫ്രീക്വൻ്റ്ലി റിവ്യൂ ദ അസംഷൻസ് യൂസ്ഡ് ഇൻ മാനേജിങ് ലിക്വിഡിറ്റി ടു ഡിറ്റർമൈൻ ദാറ്റ് ദേ കണ്ടിന്യൂ ടു ബി വാലിഡ്. അതായത് ലിക്വിഡിറ്റി മാനേജ് ചെയ്യുന്നതിനായിട്ട്
ബാങ്ക്സ് യൂസ് ചെയ്യുന്ന അസംഷൻസ് ഫ്രീക്വൻ്റ്ലി റിവ്യൂ ചെയ്യണം. ആൻഡ് ഇത്തരത്തിലൊരു റിവ്യൂ നടത്തുന്നത് ഈ അസംഷൻസ് വാലിഡ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ്. തേർഡ് വൺ ഈസ് മാനേജ്മെൻറ്റ് ഓഫ് മാർക്കറ്റ് ആക്സസിബിലിറ്റി. Each bank should frequently review its efforts to establish and maintain a relationship with customers so as to maintain stable liquidity position. അതായത് ഒരു ബാങ്കിന് അതിൻ്റെ സ്റ്റേബിൾ ലിക്വിഡിറ്റി പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഫ്ലക്ച്വേറ്റ് ചെയ്യാത്ത ലിക്വിഡിറ്റി പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് നീഡഡ് ആണ്. സോ ഇത്തരത്തിൽ കസ്റ്റമേഴ്സുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലും മെയിൻറ്റെയിൻ ചെയ്യുന്നതിലുമുള്ള ബാങ്കിൻ്റെ എഫേർട്സ് ഫ്രീക്വൻ്റ്ലി ഓരോ ബാങ്കും റിവ്യൂ ചെയ്യണം. Fourth one is should have contingency plans. Banks should have contingency plans to handle liquidity crisis. അതായത് ഇൻ കേസ് ബാങ്കിലൊരു ലിക്വിഡിറ്റി ക്രൈസിസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കണ്ടിജൻസി പ്ലാൻസ് ബാങ്ക്സിനുണ്ടായിരിക്കണം. ഇറ്റ് മേ ഇൻക്ലൂഡ് പ്രൊസീജിയേഴ്സ് ഫോർ മേക്കിംഗ് എ ക്യാഷ് ഫ്ലോ ഷോർട്ടേജ് ഇൻ എമർജൻസി സിറ്റുവേഷൻസ്. എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടാകുകയാണ് എങ്കിൽ ആ കേസിലുണ്ടാകുന്ന ക്യാഷ് ഫ്ലോ ഷോർട്ടേജിനെ മേക്കപ്പ് ചെയ്യുന്നതിന്, അതായത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സും ഈ കണ്ടിജൻസി പ്ലാൻസിൽ ഇൻക്ലൂഡ് ആണ്. Fifth one is foreign currency management. Each bank should have a control system for measuring and monitoring its liquidity positions in the major foreign currencies in which it is active. അതായത് ബാങ്ക്സ് അതിൻ്റെ ട്രാൻസാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്ന മേജർ ഫോറിൻ കറൻസീസിൽ ബാങ്കിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻസ് മെഷർ ചെയ്യുന്നതിനും മോണിറ്റർ ചെയ്യുന്നതിനുമായിട്ടുള്ള ഒരു കൺട്രോൾ സിസ്റ്റം ഓരോ ബാങ്കിനും ഉണ്ടായിരിക്കണം. Sixth one is internal control system. Each bank must have an adequate system for internal controls over its liquidity risk management process. അതായത് ലിക്വിഡിറ്റി റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആസ്പെക്റ്റുകളെയും കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം, ഒരു അഡിക്വേറ്റ് സിസ്റ്റം ഫോർ ഇൻറ്റേർണൽ കൺട്രോൾ ഓരോ ബാങ്കിനും ഉണ്ടായിരിക്കണം. എ ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റ് ഓഫ് ദ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഇൻവോൾവ്സ് റെഗുലർ ഇൻഡിപെൻഡൻറ്റ് റിവ്യൂസ് ആൻഡ് ഇവാലുവേഷൻസ് ഓഫ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റംസ്. അതായത് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് റെഗുലർ ഇൻഡിപെൻഡൻറ്റ് റിവ്യൂസും ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റംസിൻ്റെ ഇഫക്റ്റീവ്നെസ്സിൻ്റെ ഇവാലുവേഷൻസുമാണ്. അതായത് ഈ പറഞ്ഞ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ റെഗുലർ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് റിവ്യൂസ് ക്യാരി ഔട്ട് ചെയ്യണം, റെഗുലർ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് റിവ്യൂസ് എടുക്കണം. അതുകൂടാതെ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഇഫക്റ്റീവ്നെസ്സിൻ്റെ ഇവാലുവേഷൻസും നടത്തണം. ഇത് രണ്ടുമാണ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റ്. Seventh one is mechanism for disclosure of information. Each bank should have a mechanism for ensuring that there is an adequate level of disclosure of information about the bank in order to manage public perception of the organization and its soundness. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ പബ്ലിക് പെർസെപ്ഷനും സൗണ്ട്നെസ്സും മാനേജ് ചെയ്യുന്നതിനായിട്ട് അഡിക്വേറ്റ് ലെവൽ ഓഫ് ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫർമേഷൻ എൻഷുർ ചെയ്യുന്ന ഒരു മെക്കാനിസം ഓരോ ബാങ്കിലും ഉണ്ടായിരിക്കണം. അതായത് അഡിക്വേറ്റ് ലെവൽ ഓഫ് ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, ബാങ്കിനെ കുറിച്ചുള്ള അഡിക്വേറ്റ് ലെവൽ ഓഫ് ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പബ്ലിക് പെർസെപ്ഷൻ എബൌട്ട് ദ ബാങ്ക് ആൻഡ് അതിൻ്റെ സൗണ്ട്നെസ് ഇതെല്ലാം മാനേജ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. സോ ഇതിനായിട്ട് ഒരു മെക്കാനിസം ഓരോ ബാങ്കിനും ഉണ്ടായിരിക്കണം. ഇത്രയും പോർഷൻസ് ആണ് ലിക്വിഡിറ്റി മാനേജ്മെൻറ്റിൽ വരുന്നത്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ്. താങ്ക് യു.